ഹായ്. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഫുകളിൽ മാത്രം കാണുന്ന ആഘോഷപൂർവ്വമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അല്ലാത്ത ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു വിടുക പതിവ്. ഓഫിന്റെ അന്നാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം പിന്നെ മസാല ദോശ ഉണ്ടാക്കാന്ന് വെച്ചു. മസാല ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ മസാല ദോശയൊന്നും അല്ല. നമ്മുടെ ഓരോ തട്ടിക്കൂട്ട് മസാല ദോശ. മാക്സിമം ഞാൻ ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് കുത്തിക്കയറ്റാൻ നോക്കും. കാരണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആച്ചിക്കുട്ടനും ആമിക്കുട്ടിയും വെജിറ്റബിൾസ് കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. മസാല ദോശയിൽ എന്തൊക്കെ ഇട്ട് കൊടുത്താൽ ഞാൻ ഒരു തരി പോലും മിച്ചം വെക്കാതെ അവർ കഴിച്ചോളും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ്, പ്രത്യേകിച്ചും ക്യാരറ്റും ബീട്രൂട്ടും ഇങ്ങനെ മാറ്റി മാറ്റി അവിടെ വെക്കും. അതിൻ്റെ അകത്താണ് പിന്നെ ആ പരിപാടിയില്ല. എന്നാ പിന്നെ എന്താണല്ലോ ഓഫ് ആണല്ലോ, മസാല ദോശയുടെ കൂടെ ഒരു വടയും കൂടെ ഉണ്ടാക്കാനോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വട ഉണ്ടാക്കാൻ പോട്ടോ. അങ്ങനെ അടിപൊളി വടയായിരുന്നു. നമ്മൾ ശരിക്കും പുറത്തൊക്കെ, പ്രത്യേകിച്ച് ഈ തമിഴ്നാട് സ്റ്റൈലില് മസാല ദോശയും വടക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ. ഏറ്റവും ഇഷ്ടം എനിക്കെന്നല്ല, ഒരു ഒട്ടുമിക്ക മലയാളികളുടെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും അല്ലെ മസാല ദോശയും വടയും. അയ്യോ, പക്ഷെ അത്രയ്ക്കൊന്നും ഒത്തില്ലേലും നമുക്ക് നമ്മുടെ ആ കഴിയുന്ന ഒരു തരം വട. അങ്ങനെ ദേ രാവിലെ മസാല ദോശയും വടയൊക്കെ കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് ശരിക്കും പറഞ്ഞാൽ ഓഫിന്റെ അന്ന്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന നേഴ്സുമാര് മിക്കവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു തരത്തിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് ഓടുമായിരിക്കും രാവിലെ മോർണിംഗ് ഡ്യൂട്ടിക്ക് അല്ലേ. എനിക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അതുകൊണ്ട് ഓഫിന്റെ ഒന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കും.